അപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ഈ ഒരു രീതിയിലായി പോയവരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരാം, അത് നമ്മളെ വേദനിപ്പിക്കും. ആത്മഹത്യയിലേക്ക് വരുമ്പം അതിന് കുറച്ച് വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയാം. അവൻ്റെ കോണ്ടാക്ട്സിലുള്ളവരെ വിളിക്കുന്നു. അത് ചിലപ്പോൾ ടീച്ചേഴ്സ് ആകാം, പേരൻസ് ആകാം, റിലേറ്റീവ്സ് ആകാം, കൂട്ടുകാരാകാം. അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു നാണക്കേടുണ്ട്, ഷെയിം. പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, കടക്കാരനാകുന്നു. അത് ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. ഇത് കൊടുത്ത് സിസ്റ്ററെ, നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, ഇപ്പം ഒരു റിമോട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കൂടി ലൈക്ക് നോ പറയുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒപ്പത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സാക്ഷരതയിലും ആരോഗ്യരംഗത്തും ലോകത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളം ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നാം കാണുന്നതും കേൾക്കുന്നതും എവിടെയെങ്കിലും ഒരു കോണിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ച നിരവധി മനുഷ്യരുടെ കഥകൾ കേട്ടുകൊണ്ടാണ്. സിസ്റ്റർ, നമ്മുടെ കേരളത്തിൽ നമ്മൾ എപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്, നമ്മൾ സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിലാണ്, ആരോഗ്യരംഗത്ത് ഏറ്റവും മുൻപന്തിയിലാണ് എന്നൊക്കെ. എങ്കിലും നമ്മൾ ഓരോ ദിവസവും എണീക്കുമ്പോൾ കണ്ടുവരുന്നത് വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒത്തിരി വ്യക്തികളെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്തായിരിക്കും സിസ്റ്റർ ഇതിനുള്ളൊരു കാരണങ്ങൾ? കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ സാക്ഷരതയിൽ മുൻപന്തിയിലാണെങ്കിലും മാനസികാരോഗ്യ മേഖലയിൽ നമ്മൾ അത്ര മുൻപന്തിയിലാണോ എന്ന് നമുക്ക് സംശയിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റലിജൻ്റ് കോഷ്യൻറ്റിന് കൊടുക്കുന്ന അതേ ഒരു പ്രാധാന്യം ഇമോഷണൽ കോഷ്യൻറ്റിന് നമ്മൾ കൊടുക്കാറുണ്ടോ? ഇൻ്റലിജൻ്റ് കോഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തിയിലുള്ള പ്രാവീണ്യം, അല്ലെ ബുദ്ധിശക്തി നന്നായിട്ടുണ്ടാവണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുള്ളതുപോലെ വൈകാരിക പക്വത, ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക മെച്യൂരിറ്റി, വികാരങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുഞ്ഞിലെ തൊട്ട് വളരെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട് ആത്മഹത്യക്ക്. മാനസിക സമ്മർദ്ദങ്ങൾ, വിഷാദ രോഗങ്ങളെല്ലാം തന്നെ ആത്മഹത്യയുടെ ഒരു കാരണമാണ്. പിന്നെ വർദ്ധിച്ചു വരുന്ന കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഡിവോഴ്സ് റേറ്റ് ഉണ്ട്, അവിടെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഫിനാൻഷ്യലായിട്ടുള്ള ഡിഫിക്കൽട്ടീസിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ കാരണങ്ങളാണല്ലോ. സിസ്റ്ററെ, ഒരു വ്യക്തി ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ആളുടെ ഒരു മൈൻഡ് ഏതൊക്കെ തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സ് നടക്കുന്നത്? നമ്മുടെ എല്ലാം മനസ്സിലുണ്ടല്ലോ, നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ കുറച്ച്, നമ്മളതിന് സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയും, നമ്മളെക്കുറിച്ചുള്ള പോസിറ്റീവ് ചിന്തകൾ, എന്നെ കൊള്ളാം, നല്ലതാണ്, അങ്ങനെയൊക്കെയുള്ള അല്ലെ നമുക്കൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണം, ഒരു ഗോൾ ഡയറക്റ്റഡ് അല്ലെ ലൈഫ് അഫേമിങ് ആയിട്ടുള്ള, എനിക്ക് ജീവിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു വശമുണ്ട്. അതിനൊരു റിയൽ സെൽഫ് എന്ന് പറയാം. റിസർച്ചേഴ്സ് അതിനെ അങ്ങനെയാണ് പറയുന്നത്. ഒരു റിയൽ സെൽഫും ഉണ്ട്, ഒരു ആൻറ്റി സെൽഫും ഉണ്ട്, അല്ലേ? അപ്പോൾ ചില വ്യക്തികളിൽ ആൻറ്റി സെൽഫ് എന്ന് പറയുമ്പം കുട്ടിക്കാലം തൊട്ടേ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും വേണ്ട, അതിന് നിരവധി കാരണങ്ങളുണ്ടാകാം. അങ്ങനെ ഒരു സെൽഫിൻ്റെ രൂപീകരണത്തിന് എന്നെക്കുറിച്ചുള്ള ബിലീവ്സിൽ തെറ്റിദ്ധാരണകളുണ്ട്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് വർത്തി, ഐ എം എ ഫെയിലിയർ, അങ്ങനെയുള്ളത് രൂപീകരണം കൂടുതലായിട്ട് വരുന്നു. ആ ചിന്തയെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം ആ ഒരു ആൻറ്റി സെൽഫ്, എനിക്കെതിരെ തന്നെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, തോട്ട്സ് ഒക്കെ എന്നെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയേഴ്സിലേക്ക് നയിക്കാം. അതിൻ്റെ ഉദാഹരണമാണല്ലോ സബ്സ്റ്റൻസ് അബ്യൂസ്, എന്നെ തന്നെ ഹാം ചെയ്യുക, എന്നെ തന്നെ ഇല്ലാതാക്കുന്നുള്ള ബിഹേവിയേഴ്സ്, അല്ലേ? അതെ, എൻ്റെ നെഗറ്റീവ് ചിന്തകളാണല്ലോ അതിൻ്റെ അടിസ്ഥാനമായിട്ട് കിടക്കുന്നത്. അതൊരു പക്ഷേ പല കാരണങ്ങളും കൊണ്ട് വരാം. ഈ തോട്ട്സ് അത് രൂപപ്പെട്ടു വരുന്നതിൻ്റെ അത് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന ഒരാളിന്റെ ചിന്തകൾ, മൈൻഡ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ മൈൻഡിനെ മനസ്സിലാക്കിയാലാണ് നമുക്കൊരു ഇഫക്റ്റീവ് ഹെൽപ്പ് കൊടുക്കാൻ പറ്റുന്നത്. തെറപ്പിസ്റ്റുകൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഈ ആന്റി സെൽഫാണ് പലപ്പോഴും പലരെയും ആത്മഹത്യയിലേക്ക് ലീഡ് ചെയ്യുന്ന. അതെ, സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയേഴ്സിലേക്ക് നയിക്കുന്ന തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ്. ഈ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സ്
ഈ ആത്മഹത്യയിലേക്ക് എത്രമാത്രം ഇവരെ നയിക്കുന്നുണ്ട്, ഇത് അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ഓരോ മൈൽ സ്റ്റോൺസും, ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസും ഇവരെത്രമാത്രം ഇതിലേക്ക് എത്തിക്കുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചൊന്ന്. റീസെന്റ് റിസർച്ച് അനുസരിച്ച് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത് അസസ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് മുമ്പ് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിനോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം ഈ എൻവയോൺമെന്റലിന്റെ അകത്ത് നമുക്ക് ചിന്തിക്കാവുന്ന ഫാക്ടേഴ്സിൽ പെട്ടതാണ് നമ്മൾ പറഞ്ഞ സ്ട്രെസ്സേഴ്സ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, അത് ചൈൽഡ്ഹുഡാ. അപ്പൊ ചൈൽഡ്ഹുഡിന് ഉണ്ടായിട്ടുള്ള ട്രൗമ സാരമായിട്ട് ബാധിക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും വളരെ വിജിലൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആത്മഹത്യയിലേക്ക് വരുമ്പം അതിന് കുറച്ച് വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്താൽ. ഞാൻ ഇതിന്റെ വാർണിംഗ് സൈൻസ് പറയുന്നതിന് മുമ്പ് നമ്മളെ ഇത് കാണുന്നവര് ക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞോളട്ടെ. അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ഈ ഒരു രീതിയിലായി പോയവരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരാം, അത് നമ്മളെ വേദനിപ്പിക്കാം സംസാരിക്കുമ്പോൾ. അങ്ങനെയുള്ളവരെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം ഈ വാർണിംഗ് സൈൻസ് ഒക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം, പക്ഷെ അതിന് പ്രാധാന്യം ഉണ്ടായിരിക്കത്തില്ല. അല്ല, എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, അല്ല ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടമായേക്കുന്നത്, അവരെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. അത് വർഷങ്ങൾ കഴിഞ്ഞാലും ദിവസങ്ങൾ കഴിഞ്ഞാലും ഒക്കെ അങ്ങനെയാകും. അപ്പം അവരോട് നമുക്ക് പറയാനുള്ളത്, ഇത് കേട്ടിട്ട് നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് അല്ല വേണ്ടത്. പലപ്പോഴും നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കത്തില്ലല്ലോ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെങ്കിൽ അത് അവർക്ക് പറ്റാതെ പോയ ഒരു സമയത്തുണ്ടായ ഒരു കാര്യം ആയതുകൊണ്ട് ദൈവത്തിന് ആത്മാവിന്റെ മേലും കരുണയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ നമ്മൾ ഈ എപ്പിസോഡ് കാണുമ്പം നമ്മളിതൊരു ദുഃഖത്തോടെ വേദനയോടെ കാണാതെ നമുക്കുണ്ടായ വേദനാജനകമായ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, ഇനി ആരെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സഹായം കൊടുക്കുന്ന രീതിയിലാകാനായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാണുന്നത് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ വേദനയെ, നമ്മുടെ കുറ്റബോധത്തെ ഒക്കെ ഒന്ന് പരിഹരിക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നു. വാർണിംഗ് സൈൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കൂടി പോകുന്ന ചിന്തകളും ഇമോഷൻസും, അത് ഡെഫിനറ്റ്ലി സെൽഫ് ഹേറ്റഡ്, സ്വയം വെറുക്കുന്നതും, എന്നെ ഇനി ലോകത്തിന് ആവശ്യമില്ല, ഞാൻ എന്തിനാ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ഒക്കെ ഉണ്ടാകാമല്ലോ. അപ്പൊ അതിന്റെ ഫലമായിട്ട് ചിലപ്പം കൂട്ടുകാരൊന്നും വേണ്ട, ഒറ്റപ്പെടൽ തന്നെ മാറിയിരിക്കുന്നു. വെരി നോട്ടബിൾ ആകണമെന്നുമില്ല, പക്ഷെ എന്നാൽ കൂടെ ഉള്ളവർക്കൊക്കെ ചിലപ്പം മനസ്സിലാകും. പക്ഷെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള ചിന്തകളും വികാരങ്ങളും ഇവരുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടാകുമ്പോൾ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒറ്റപ്പെട്ടിരിക്കുന്നു, പിന്നെ ശക്തമായ പ്രതീക്ഷയില്ലായ്മ. ഇപ്പൊ ഉദാഹരണം, ഒരാളാൽ വഞ്ചിക്കപ്പെട്ടു, നല്ല കടബാധ്യതയായി, എന്റെ പൈസ മുഴുവൻ അയാൾ എടുത്തു, വഞ്ചനയിലൂടെ കൈവശപ്പെടുത്തി. പക്ഷെ അതുമൂലം ഉണ്ടാകുന്ന മാനസിക വേദന താങ്ങാനായിട്ട് ഈ വ്യക്തിക്ക് ഒരു പക്ഷേ പറ്റത്തില്ല. പലർക്കും ഈ ഒരു കാര്യം പലരും എടുക്കുന്ന പല രീതിയിലായിരിക്കാം. അപ്പൊ അത് നമ്മളിലുള്ള സ്ട്രെങ്ത് അല്ലെ, മനസ്സിനെ എങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതിന്റെ ചില കാര്യങ്ങളില്ലേ. ചിലർ പ്രാർത്ഥിച്ചായിരിക്കും, ചിലര് ആരാധനയ്ക്കിരുന്നായിരിക്കാം, ചിലര് കൗൺസിലിങ്ങിന് പോയായിരിക്കാം, അല്ലെ ചിലര് ആ ഒരു ധൈര്യം കിട്ടുന്നത് പല രീതിയിലാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ദുർബലരെന്ന് നമുക്ക് പറയാം, ഒരു വീക്ക്നെസ് ആയിരിക്കും, മനസ്സിന് ധൈര്യമില്ല, എല്ലാം തീർന്നു എന്നങ്ങ് ചിന്തിക്കുക. അപ്പൊ അങ്ങനെയുള്ള ചിന്തകള്, ഇമോഷൻസ് എല്ലാം വരുമ്പോൾ കാണിക്കുന്ന ബിഹേവിയേഴ്സ് പലതായിരിക്കാം. ഒരു കാര്യത്തിനോടും താല്പര്യമില്ലായ്മ, നേരത്തെയൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു, ഇപ്പൊ എല്ലാത്തിൽ നിന്ന് മാറി ഇരിക്കുന്നു, എല്ലാ കൂട്ടുകാരോടും ബന്ധുക്കളോടും ആരോടും അധികം അടുപ്പമില്ലായ്മ. അല്ലെ ഇനി ചിലര് വീട്ടിലുള്ളവരോടാണെങ്കിൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നു, അമ്മയോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ല ഇവര് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന്. പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം കൂടുമ്പോൾ അതെ 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 അപ്പൊ അവർ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടും. അവർക്ക് അമ്മയ്ക്ക് സ്നേഹം കൊടുക്കുന്നു, അമ്മയ്ക്കല്ലേ വേണ്ട ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു, അപ്പൊ അവര് ഹാപ്പി ആയിട്ടാണല്ലോ തോന്നുന്നത്. അപ്പൊ വീട്ടിലുള്ളവർക്ക് അത് ഒരിക്കലും മനസ്സിലാകണമെന്നില്ല, അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നു. പക്ഷെ അതിന്റെ പുറകിൽ വീട്ടിലുള്ളവർക്ക് അറിയാം ഇങ്ങനെ ഒരു ട്രാജഡി ഇയാളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ലവ് റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയതായിരിക്കും, ഒരാൾ ഉപേക്ഷിച്ചതായിരിക്കാം, അങ്ങനെ ഒരു സ്ട്രെസ് ആയിരിക്കും, അല്ലെ പരീക്ഷയിൽ എല്ലാം പരാജയപ്പെട്ടതിന്റെ ഷെയിം, അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റാത്തതിന്റെ വേദനയായിരിക്കാം. അങ്ങനെയുള്ള സ്ട്രെസ് എന്താണെന്ന് വീട്ടുകാർക്ക് അറിയാമായിരിക്കാം. പക്ഷെ അവര് ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ ഒരിക്കലും വിചാരിക്കത്തില്ല ഇവര് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ളതിന്റെ ഒരു പുറകിലുള്ള കാര്യമാണെന്ന് മനസ്സിലാവത്തില്ല. പിന്നെ നെഗറ്റീവായിട്ടുള്ളവരും ഉണ്ട്. അതായത്
അതായത് ഉദാഹരണത്തിന് കൂടുതൽ സമയം ഉറങ്ങുന്നു, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആൽക്കഹോളിസം കൂടുതലാകുന്നു, കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നു, ലഹരിയുടെ ഉപയോഗം കൂടുന്നു, അങ്ങനെയുള്ള വാർണിംഗ് സൈൻസ് നമുക്ക് കാണാൻ പറ്റും. അവരെ നശിപ്പിക്കാനുള്ള പ്രവർത്തികൾ ആദ്യമേ ഇവർ തുടങ്ങുമല്ലേ? അതെ, സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയേഴ്സ് വർദ്ധിക്കുവാണല്ലോ. ഈ പ്രവണതയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ ഒരു വർധനവ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യുക, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നു, അതൊരു ഒരുക്കം അവര് നടത്തുന്നേ. അതുപോലെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവര് കേൾക്കുക, മരിച്ചുപോയവരൊക്കെ അവരെ വിളിച്ചു, അത് അവരുടെ തന്നെ ഒരു സംതൃപ്തിക്ക് വേണ്ടി അവര് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാകാം, അല്ലെ അവർക്ക് അത് തോന്നുക. ഒരു സൈക്കോസിസ് ആണല്ലോ നമ്മൾ പറഞ്ഞതിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ വിളിക്കുന്നു, നീ ഇങ്ങ് പോരെ, ഇതൊന്നും അറിയണ്ട, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചില കാര്യങ്ങൾ വീട്ടുകാർ അറിയണമെന്നില്ല, അവര് രഹസ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് നമുക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് അതിനെ, എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അതിന് സമയം വേണം. അതിനെ ഒരു വേദനാജനകമായ ജീവിതത്തിന്റെ അനുഭവത്തെ, ഒരു സ്ട്രെസ്സിനെ ഡീൽ ചെയ്യാനായിട്ട് നമുക്കെല്ലാം എന്ത് വേണം? സമയം വേണം. ആ ഹീലിങ്ങിന് സമയം എടുക്കും. ആ ഹീലിങ്ങിന്റെ എല്ലാവരിലും ഉള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് വ്യത്യസ്തമാണെങ്കിൽ കൂടിയും ആ ഒരു സമയം കഴിഞ്ഞിട്ടേ നമുക്ക് സന്തോഷമായിട്ട് പെരുമാറാനും ഒക്കെ പറ്റാറുള്ളൂ. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നത് ഒരു വാർണിംഗ് സൈൻ തന്നെയാണ്. പലപ്പോഴും ഇവർക്കൊരു പ്രതീക്ഷയില്ല, ഒരു സഹായം എന്നൊരു തോന്നല്, അവർക്കൊരു ഡിഗ്നിറ്റി ഇല്ല. അപ്പൊ ആ ഒരു തോന്നലെല്ലാം കൂടി കൂടുമ്പോഴാണ് അതിലേക്ക് നയിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുന്നത്. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ പറഞ്ഞ മാനസികാരോഗ്യ മേഖലയിലെ എല്ലാ ഒരു സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിസ്റ്റിനെ കണ്ട വ്യക്തികളാകാം, ഇനി കാണാൻ പറ്റാതെ മെന്റൽ ഹെൽത്ത് സ്റ്റിഗ്മ കൊണ്ട് ഇതൊന്നും പോകാതിരുന്ന വ്യക്തികളും ആകാം. അങ്ങനെയുള്ളവരിലെ എല്ലാം ഈ ഒരു പാറ്റേൺ, ഈ ചിന്തകളിൽ മാറ്റം വരുന്നത്, ഡൗൺ ആയി പോകുന്നത്, നിരാശയുള്ള വാക്കുകൾ, ഉത്കണ്ഠാരോഗം, ഭയം, അമിത ഭയം. ഇപ്പൊ മരിക്കുമെന്ന് ഒരാളങ്ങനെ ഭയന്നിരിക്കുക, ആ ഒരു ഞാൻ മരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞ് ആത്മഹത്യക്ക് പോയവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. അത് ആത്മഹത്യ അല്ലാതെ തന്നെ മരിച്ചുപോയവരുണ്ട്, പെട്ടെന്നൊരു അറ്റാക്കൊക്കെ വന്ന്. അപ്പൊ ചില ഭയങ്ങള് ആത്മഹത്യ ചെയ്യാനല്ല, ഭയം എത്തിക്കുന്നുണ്ട്. തീർച്ചയായും സിസ്റ്റർ, നമ്മളിപ്പോ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ കൂടിയിരിക്കുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ ഇപ്പം ഒരു സ്റ്റഡീസിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇപ്പൊ ഒരു 4 ആൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരാൾക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടാവും എന്നുള്ളൊരു സ്റ്റഡീസ് ഇങ്ങനെ കണ്ടിരുന്നു. അപ്പം അതിലെല്ലാം ഈ ഒരു സംസാരം എപ്പോഴെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക? ഒരു സാധാരണക്കാരനായി ആളോട് എങ്ങനെ സംസാരിക്കാൻ നമുക്ക് സാധിക്കും? ഇപ്പൊ ആണെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് പലപ്പോഴും അത് മിസ്സാകാറുണ്ട്, അല്ലേ? നമ്മളിപ്പോ ഒരു ഇത് പറയുമ്പോൾ നിനക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ ഒരു കാരണം, നമ്മളൊരു മുൻവിധിയോടെ അതിനെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം വന്നത്, ഇത്ര ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു, നമ്മൾ അതിനെ അതിജീവിക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നാൻ മാത്രം എന്നെ ഇരിക്കുന്നേ എന്നൊക്കെ നമ്മൾ ചോദിക്കണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് അങ്ങനെ എടുക്കാൻ പറ്റണമെന്നുണ്ടാവും. അപ്പൊ അവരെ ഒന്ന് ലിസൺ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒന്ന് എനിക്ക് തോന്നുന്ന പോലല്ല ആ വ്യക്തിക്ക് തോന്നുന്നത്. എന്റെ ഒരു മെന്റൽ പവർ അല്ല ആ വ്യക്തിയുടെ മെന്റൽ പവർ, മനസ്സിന്റെ ബലം കുറവായിരിക്കും. അപ്പം ആ വ്യക്തിയെ ഒന്ന് കരുണയോടെ കേൾക്കുക. അപ്പം ആ വ്യക്തിയുടെ സ്ട്രെങ്ത് ചിലപ്പം ഒന്ന് ശക്തിപ്പെടുത്തുമ്പം, അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത് ആണെന്ന് വീട്ടുകാർക്ക് അറിയാലോ. ഇവരോട് എങ്ങനെ പറഞ്ഞാൽ അവനൊന്ന് ബലം പ്രാപിച്ചു വരുന്നത്, അല്ലെങ്കിൽ അവളൊന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടിലേക്ക് വരുന്നതെന്ന് ഒരുപക്ഷെ വീട്ടുകാർക്കൊക്കെ അറിയാം. ഇങ്ങനെ ഓരോ വ്യക്തികളും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ചെറിയ വേദനകളെ പോലും കൂടി നിസ്സാരവൽക്കരിക്കുന്നത് വലിയൊരു അപകടമായിട്ട് മാറും. മുൻവിധിയോടെ കാണുന്നത് അപകടമാണ്. അല്ലെങ്കിൽ ഇവരങ്ങനെ ഒന്നും ചെയ്യത്തില്ലെന്നുള്ളൊരു ചിന്ത നമ്മൾ എടുത്തിട്ട് അവരെ അത് പിന്നെ നമ്മളെ ഗിൽറ്റിലേക്ക് നയിക്കും. നമ്മൾ ആ സമയത്തൊന്നും ചെയ്തില്ലല്ലോ എന്ന്. പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ എപ്പോഴും വിദഗ്ധ സഹായം തേടണം. അതിനെ അസസ് ചെയ്യാനായിട്ട് പറ്റുന്നവരുടെ അടുത്ത് നമ്മൾ എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇത് സാരമില്ല, ഇതെല്ലാവർക്കും തോന്നുന്ന ഒരു ഫീലിംഗ് അല്ലേ എന്ന് പറഞ്ഞ് കടത്തി വിടാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് അവരെ നയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും. നമ്മുടെ നാട്ടില് ഈ മെന്റൽ ഹെൽത്തിന് ഒരു സ്റ്റിഗ്മ ഉള്ളത് കൊണ്ടും ഇതൊരു കൗൺസിലിംഗ് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം നമുക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്, അല്ലേ? അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സ്ട്രെസ് വളരെ വലുതാണ്. ആ സമ്മർദ്ദത്തെ നേരിടാനുള്ള കഴിവും വ്യത്യസ്തമാണ് മനുഷ്യരുടെ. അപ്പോൾ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സിന് എല്ലാ സ്ട്രെസ്സിനും
പേരൻസിന് നമുക്ക് ചിലതിനെ നമുക്ക് പറ്റും, അതിജീവിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചില പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും പറ്റുന്നില്ല. അതിന് നമ്മൾ ഹെൽപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ താമസിക്കാതെ ഒരു എത്രയും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരാളോട് തുറന്ന് സംസാരിക്കാനും അവർക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കി ഒരു പോംവഴി പറഞ്ഞു കൊടുക്കാനും അവിടെയാണല്ലോ ഹോപ്പ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കിടക്കുന്നത് ചൈൽഡ്ഹുഡ് ട്രോമയാണെങ്കിൽ ഇന്ന് ട്രോമയൊക്കെ ഹീൽ ചെയ്യുന്ന ഒത്തിരി EMDR പോലെയുള്ള തെറപ്പികളുണ്ട്. അപ്പോൾ നല്ലൊരു സൈക്കോ തെറപ്പിസ്റ്റിനെ അവരെ സഹായിക്കാൻ പറ്റും. സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടതാണ് അങ്ങോട്ട്. അല്ല അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ വിനിയോഗിക്കണം. സഹായം സ്വീകരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സിസ്റ്റർ, നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തില് ഒത്തിരി യുവാക്കള് ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സാഹചര്യത്തില്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം യുവജനങ്ങൾക്കിടയിൽ നമുക്കറിയാം ഇന്നത്തെ ഇവിടുത്തെ ഒരു കേരളത്തിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലൂടെ ചിന്തിക്കുമ്പോഴേ നമ്മളുടെ കുട്ടികളാരും ഒരു സ്കൂൾ കഴിഞ്ഞ് ഒരു കോളേജ് ലെവലൊക്കെ ആകുമ്പോൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരല്ല അല്ലേ. അപ്പൊ അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാം. അവർ ഒരുപക്ഷെ പേരൻസിനോട് ചോദിക്കണമായിരിക്കും, അല്ലെ അവരത് കണ്ടെത്തണമായിരിക്കാം. എല്ലാ കുടുംബങ്ങൾക്കും ചോദിക്കുമ്പോൾ കൊടുക്കാനുണ്ടാവണമെന്നില്ല. ഒരു 18 വയസ്സിനൊക്കെ ശേഷം ചോദിക്കുന്നതന്നെ ചിലപ്പോൾ നാണക്കേടായിരിക്കും, റിജക്റ്റ് ചെയ്യപ്പെടുന്നത് വിഷമായിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ ഒരുപക്ഷെ ഈ ഒരു സാമ്പത്തികം കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചിന്തിച്ച് ചെന്ന് ചാടുന്ന വഴികൾ അത്ര പോസിറ്റീവായിട്ടുള്ളതാകണമെന്നില്ല. ഉദാഹരണത്തിന് ലോൺ ആപ്പ്, ഒത്തിരി കുട്ടികൾ അങ്ങനെ ആത്മഹത്യ ചെയ്തത്, യുവാക്കള് ഒത്തിരി ആത്മഹത്യ ചെയ്യുന്നൊരു ഓൺലൈൻ വഴിയായിട്ട് ലോൺ എടുക്കുന്നതിന് ഒത്തിരി തടസ്സങ്ങളില്ല. അത് പെട്ടെന്ന് കിട്ടുക. പക്ഷെ അത് പൈസയ്ക്ക് ആവശ്യമുള്ള ഒരാള് അത് എടുക്കുന്നു, ഒരു യുവാവ് അത് എടുക്കുന്നു. പക്ഷെ അത് തിരിച്ചടക്കാനായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവിടുന്ന് പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രഷർ വരുന്നത് ത്രെറ്റായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ ഫോൺ വഴിയായിട്ട് ഈ നമ്പറുകൾ അവന്റെ കോണ്ടാക്ട്സിലുള്ളവരെ വിളിക്കുന്നു. അത് ചിലപ്പോൾ ടീച്ചേഴ്സ് ആകാം, പേരൻസ് ആകാം, റിലേറ്റീവ്സ് ആകാം, കൂട്ടുകാരാകാം. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നാണക്കേടുണ്ട്, ഷെയിം. പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, കടക്കാരനാകുന്നു. അത് ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിങ്ങനെ കൗൺസിലിങ്ങിൽ പലരെയും കണ്ടിട്ടുണ്ട്. അമ്മമാരൊക്കെ വേദനയോടെ വന്ന് പറഞ്ഞു, മക്കളൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട് ഒത്തിരി പേര്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ചൈൽഡ്ഹുഡിലൊക്കെയുള്ള ഇമോഷണൽ നീഡ്സ് നന്നായിട്ട് മീറ്റ് ചെയ്യപ്പെടാത്തവര്, ഭക്ഷണവും വസ്ത്രത്തോടൊപ്പം വൈകാരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വളരുന്ന ഒരു കുട്ടി, കേൾക്കപ്പെടാനില്ല, സ്നേഹിക്കപ്പെടുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല, അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഒരു വിഷമവും പേരൻസിന് കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിലൂടെ കൗമാരവും ചൈൽഡ്ഹുഡും ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തി കൗമാര കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ തോന്നുന്ന ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ എൻ്റെ വൈകാരിക ആവശ്യങ്ങളെ ഫുൾഫിൽ ചെയ്യാനായിരിക്കും ഞാൻ ഈ സ്നേഹബന്ധത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് പോകണമെന്നില്ല പലപ്പോഴും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവിശ്വസ്തതകൾ ഉണ്ടാകാം, ചീറ്റിംഗ് ഉണ്ടാകാം, വേറൊരാളുണ്ടാകാം. അത് മെച്യൂർ ആയിട്ടല്ലോ പോകുന്നത്. ചീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ പറ്റുന്നില്ല, അതുള്ള ആത്മഹത്യകള് ധാരാളമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തില് ഒത്തിരി കുട്ടികള് ആത്മഹത്യയിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ ചുറ്റുപാടിൽ തന്നെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടതാണല്ലോ, ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റതിന് ആത്മഹത്യ ചെയ്തു. നമുക്ക് എല്ലാ വർഷവും അങ്ങനെ ഒരു ന്യൂസ് വരാറുണ്ടല്ലേ. തോൽവിയെ അഭിമുഖീകരിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികളെ? തോൽവി വിജയത്തിലേക്കുള്ള മുന്നോടിയാണ്. നീ തോറ്റാണ് പഠിക്കണ്ടേ, തോറ്റാലാണ് വിജയത്തിന്റെ മാധുര്യം അറിയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പരാജയപ്പെടുന്നുണ്ടോ? തോക്കുന്നത് ഭയങ്കര ഷെയിമായിട്ട് കാണുക. തോൽവിയില്ലാതെ നമുക്ക് വിജയമില്ലല്ലോ, അങ്ങനെ അല്ല എന്ന് അതെവിടെയോ നമുക്ക് മിസ്സായി പോകുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ. ആ ഒരു കാര്യം ഇത്രയും കൂടി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ളൊരു കാര്യം തീർച്ചയായും മക്കളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതെ, അത് നമ്മൾ റോൾ മോഡൽസ് ആകണ്ടേ പേരൻസും. അപ്പൊ നമുക്കൊരു തോൽവി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നതെന്ന് കുട്ടികൾ കണ്ടാ വളരുന്നത്. അപ്പൊ അവിടെ നമ്മൾ നിരാശപ്പെടുന്നു, പപ്പ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഒരു കടബാധ്യത വന്നത് കൊണ്ടാണ് പപ്പ മദ്യപിക്കാൻ തുടങ്ങി, അങ്ങനെ കുട്ടിക്ക് മെസ്സേജ് കിട്ടുന്നെങ്കിൽ ഇങ്ങനെയുള്ള പരാജയങ്ങൾ, തകർച്ചകൾ വരുമ്പോഴെല്ലാം നെഗറ്റീവായിട്ടുള്ള, അല്ലെ ചീത്ത പറയുന്നു, അല്ലെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് ചിലര് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നെഗറ്റീവ് കോപ്പിംഗ് സ്കിൽസ്, ഇനി പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ടുള്ള പോസിറ്റീവ് കോപ്പിംഗ് സ്കിൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത് വരുന്നവരോട് നമ്മൾ ബ്രീത്തിങ് എക്സർസൈസ് പറയാറുണ്ട്. ഇനി ദൈവമായിട്ടുള്ള ബന്ധം നല്ലതായിട്ട് പോകണമെന്നുള്ളതുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തമാണല്ലോ, നമ്മൾ ചെറുപ്പത്തിലെ തൊട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആകാം, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആകാം, മാനസികാരോഗ്യ പ്രശ്നങ്ങളാകാം, എല്ലാം ഇതിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്.
നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് പഠിപ്പിക്കണ്ടേ? അത് പാഠപുസ്തകത്തിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ പഠിപ്പിക്കാറില്ല. അപ്പൊ പേരൻസ് ആണല്ലോ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. ആദ്യം കുട്ടികളുടെ മാതാപിതാക്കളാണ് അവന്റെ ടീച്ചേഴ്സ് അല്ലെ അവളുടെ ടീച്ചറാവേണ്ടത്. ആ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഉള്ളില് കുട്ടികളുടെ കാര്യം പറയുമ്പോൾ പാരന്റ്സിന് വലിയൊരു റോൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. സിസ്റ്ററെ, നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, ഇപ്പം ഒരു റിമോട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കൂടി ലൈക്ക് നോ പറയുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് സിസ്റ്റർ? ഈ ഫോൺ കാരണമെന്ന് നമ്മൾ പറയുന്നു. ഫോൺ ഒരു ട്രിഗർ ആകുന്നത്, ഒരു ട്രിഗറാണ് ആ കുട്ടിക്ക് ഉണ്ടായത്. ട്രിഗർ എന്ന് പറഞ്ഞാൽ അതിനെ ആ ഒരു കാര്യം ആണ് അതിന് ഇങ്ങനെയുള്ളൊരു ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യാനുണ്ടായ കാരണം. അതിന്റെ പുറകിലുള്ളത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ ഇമ്പൾസിവിറ്റി, പെട്ടെന്ന് എടുത്തു ചാടി ഇങ്ങനെ ചെയ്യാനുള്ള അതിന്റെ ഒരു പ്രവണതയുണ്ട്. പിന്നെ ഇങ്ങനൊരു കാര്യം പേരന്റ് പറയുമ്പോൾ അതിനുണ്ടാകുന്നത് തന്നെ ടോട്ടൽ റിജക്ഷൻ ആയിരിക്കാം. എന്നെ ഇതുകൊണ്ടെല്ലാം തീർന്നു, എല്ലാം ഇതുകൊണ്ട് അവസാനിച്ചു എന്നുള്ള അതിന്റെ ഒരു ആ ഉള്ളിലേക്ക് വരുന്ന ഒരിത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ എന്ന് നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് ഇമോഷൻസിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണമെന്ന്, മാനേജ് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് അറിയില്ല. അത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഒരു സാധനം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം, അത് നമ്മൾ പറയത്തില്ലേ, ഡിലേ ചെയ്യുക, ഗ്രാറ്റിഫിക്കേഷൻ ഡിലേ ചെയ്യാൻ പഠിപ്പിക്കണം കുഞ്ഞിലേ തൊട്ട്. അപ്പൊ അത് കുഞ്ഞു സിബ്ലിങ്സുമായിട്ടുള്ള കളികളിലൊക്കെ കുറച്ചു നേരം ഒരു സാധനം ഒരു ടോയ് തന്നെ കളിക്കാൻ വേണ്ടി വേണം. അപ്പം ചിലർ കൊടുക്കത്തില്ലല്ലോ, വാശി പിടിച്ച് അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക, സെൽഫിഷ് ആയിട്ടുള്ളവർ. അപ്പൊ കുഞ്ഞിലേ തൊട്ട് പേരന്റ് പഠിപ്പിക്കുക, ഒരു ടൈമർ വെച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങൾ. അപ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു സാധനം മേടിക്കാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കി ടെമ്പർ ടാൻട്രം കുട്ടികളിലുണ്ട്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ അതിനെ എങ്ങനെ എടുക്കണം, ഒരു കാര്യം പറയുമ്പോൾ കുട്ടി എങ്ങനെ അതിനെ മനസ്സിലാക്കണം. സംസാരിക്കുന്ന കാലഘട്ടത്തിലാണ്, 10 വയസ്സ് താഴെയൊക്കെ ഉള്ളപ്പോൾ അതിനെ ഒരു കാര്യം ഇപ്പൊ നമുക്ക് എല്ലാം പെട്ടെന്ന് മീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ചില പേരൻസ് എല്ലാം എപ്പോഴും കൊടുക്കുന്നവരാ. കുട്ടി എന്നെ ചോദിച്ചാലും അത് അപ്പൊ അങ്ങ് സാറ്റിസ്ഫൈ ചെയ്ത് അതിന്റെ കരച്ചിൽ മാറ്റും. പക്ഷെ ചിലത് നമുക്ക് അപ്പോഴേ കൊടുക്കാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്താണ്, അപ്പൊ അതിനെ എങ്ങനെ ആ ഇമോഷനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ കുട്ടിയെ പഠിപ്പിക്കണം. സിസ്റ്റർ, ഇതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളിൽ ഇപ്പം ഈ അടുത്തിടെയായിട്ട് എൻ്റെ അടുത്ത് കൗൺസിലിംഗിന് വന്നൊരു കുട്ടി ഇങ്ങനെ സൂയിസൈഡൽ ചിന്തയായിട്ട് വന്നൊരു കുട്ടി പറഞ്ഞൊരു കാര്യമായിരുന്നു. അതെന്നെ ഭയങ്കര ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ആ കുട്ടി പറഞ്ഞ ഇപ്രകാരമാണ്, 9 to 5 ആ കുട്ടി സ്കൂളിൽ പോകുന്നു, വന്നൊരു അരമണിക്കൂർ പിന്നെ അവനൊന്ന് ഫ്രഷപ്പായി ചെറിയൊരു ടിഫിൻ കഴിക്കാൻ, ഒരു ഇത് കഴിക്കാനുള്ള, ചായ കുടിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നെക്സ്റ്റ് 6 to 8 അല്ലെങ്കിൽ 9 ഒക്കെ അവർക്ക് വീണ്ടും ട്യൂഷനാണ്. ഓക്കെ, പിന്നെ ഓൾറെഡി സ്കൂളിൽ നിന്ന് കിട്ടുന്ന കുറേ ഹോംവർക്കിന്റെ ഒരു വലിയ ഭാരമുണ്ട്. ഓക്കെ, പിന്നെ സ്കൂളിൽ പഠിക്കേണ്ടതിന്റെ ഒരു കാര്യമുണ്ട്, പിന്നെ ട്യൂഷൻ, അവിടുന്ന് കിട്ടുന്ന ഹോംവർക്ക്സ് ഉണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ ഇതൊന്നും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പ്ലേയിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലേക്ക് ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതും പലപ്പോഴും ഒരു ആത്മഹത്യയിലേക്ക് കുട്ടികളെ നയിക്കാറില്ലേ? ഇപ്പൊ പുറത്ത് കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു എക്സർസൈസിന്റെ രീതിപ്പെടുത്താം അല്ലേ? ഇമോഷൻസ് ഒക്കെ മാനേജ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഇമോഷന്റെ റെഗുലേഷൻസ് നടക്കുന്നുണ്ട് കളിയിലൂടെ. അല്ലെങ്കിൽ കൂട്ടുകൂടി പുറത്ത് കളിക്കുന്നു, അപ്പൊ അവിടെ കുറച്ച് കളിക്കുന്നു, ചിരിക്കുന്നു, എനർജി വ്യയം ചെയ്യുന്നു. അവിടെയൊക്കെ ഒരു ഇമോഷൻസ് ആണല്ലോ മാനേജ് ചെയ്യപ്പെടുന്നത്. അത് ഹെൽത്തിയാണ്. അപ്പൊ ഇന്ന് അങ്ങനത്തെ സാധ്യതകൾ കുട്ടികളിൽ കുറഞ്ഞു. എല്ലാവരും വീടിനുള്ളിൽ ഇരുന്ന് മൊബൈൽ നോക്കുന്നു, അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ മുറ്റം ഉണ്ടായിരിക്കുകയില്ല, സാധ്യതകളില്ലായിരിക്കാം. പിന്നെ പേരൻസ് ഭയക്കുന്നു. ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ ഡ്രഗ്സും ഒക്കെ കൊണ്ട് പേരൻസിന് ഭയമാണ്. ഇങ്ങനെ ഓവർ പ്രൊട്ടക്ഷൻ ഹെൽത്തി അല്ലല്ലോ. കുട്ടിയെ കളിക്കാൻ പുറത്തോട്ട് വിടത്തില്ല, നീ പോകണ്ട, അത് നമ്മുടെ ഭയം കാരണമാണ്. പക്ഷെ കുട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരുപക്ഷെ നമ്മുടെ മോണിറ്ററിങ് ആവശ്യമായിരിക്കാം. കുട്ടി കളിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഏജ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ മോണിറ്റർ ചെയ്യണം. അപ്പോൾ അവിടെ നമ്മുടെ ശ്രദ്ധ ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ആ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറയും കളിക്കാൻ പോകണ്ട, അല്ലെ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ. നമ്മുടെ പേരൻസ് ഒരു ബാലൻസ്ഡ് ആയിട്ട് ആ കുട്ടിയെ ഒന്ന് വളർത്താനായിട്ട് ശ്രമിക്കുക. കളിക്കാനൊരു സമയമുണ്ട്, ഫോൺ നോക്കാൻ ഇച്ചിരി സമയമുണ്ട്, ഹോംവർക്ക് ചെയ്യാൻ ഇത്തിരി സമയമുണ്ട്. പേരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് മോന് സങ്കടമായിരുന്നു, സന്തോഷമായിരുന്നു, ഇതൊക്കെ ചോദിച്ച് അവൻ്റെ വികാരങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് അടുത്തിരിക്കാനൊരു സമയമുണ്ട്. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കുട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവണതയിലേക്ക് പോകത്തില്ല. അല്ലെ തന്നെ എന്തെങ്കിലും ജനറ്റിക്കലായിട്ടോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ ഇതിലേക്ക് നയിക്കുന്നത് വന്നാൽ തന്നെ നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏർലി.
നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിതിനെ ഓരോ ലെവലിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പം ഫൈനലായി വരുമ്പോഴത്തേനും ഇങ്ങനെയുള്ള വ്യക്തികളെ ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ശരീരത്തിന്റെ വേദന അവർക്ക് എന്തോരം സഹിക്കാനും പറ്റും, പക്ഷെ മനസ്സിന്റെ വേദന സഹിക്കാനുള്ള ടോളറൻസ് കപ്പാസിറ്റി ഇല്ല ഈ ആത്മഹത്യ പ്രവണത ഉള്ളവരില്. അപ്പം അങ്ങനെയുള്ളവരിൽ നമുക്ക് ഈ ഒരു വിദഗ്ധ സഹായം കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലായി കഴിയുമ്പോൾ, ഇപ്പം നമ്മൾ പറഞ്ഞു വാർണിംഗ് സൈൻസ് പലത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ കാണുമ്പോഴേ നമ്മളൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ അവർ നമ്മൾ കൗൺസിലേഴ്സ് എല്ലാവരും ചോദിക്കും, തെറപ്പിസ്റ്റുകൾ ചോദിക്കുമല്ലോ, ആത്മഹത്യയ്ക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ, ആത്മഹത്യ ചിന്തകളുണ്ടോ. ഇനി കൗൺസിലിങ്ങിന് പോകാനൊക്കെ പറ്റാത്തവരും ഉണ്ടാകാമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരിൽ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ടീവ് ആയിട്ടുള്ളവർക്ക് സഹായിക്കാൻ പറ്റും. അവരെ ലിസൺ ചെയ്യാനായിട്ട്, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കും ഒക്കെ പറ്റും. അവരെ ഒന്ന്, അതിനാണ് നമ്മൾ ഈ വൈകാരിക ജ്ഞാനം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിലുള്ള ഇമോഷനെയും മറ്റുള്ളവർക്ക് എന്ത് ഇമോഷനാണ് തോന്നുന്നത്, അത് ആ ഇമോഷൻ തോന്നുമ്പോൾ അവരേത് പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവൂടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു സ്പിരിച്വൽ ഡയമെൻഷനിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന, ദൈവമായിട്ടുള്ള ആ ബന്ധം നന്നായിട്ട് പോകുകയാണെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറമുള്ള വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു സ്വന്തം ജീവൻ കളയണമെന്ന് തോന്നത്തില്ല. എനിക്ക് ആരും ഇല്ലേലും, മനുഷ്യരാരും എൻ്റെ കൂടെ ഇല്ലേലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഉണ്ട്, എന്നെ കാണുന്നുണ്ട്. നമുക്ക് നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ലോകത്ത് ചെയ്തു തീർത്തിട്ട് വേണം ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ. അത് ആത്മാക്കളുടെ രക്ഷയാകാം, നമ്മളുടെ ശുശ്രൂഷകളാകാം. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോകത്തിൽ. ദൈവമാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ദൈവത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ ബോധ്യമാണല്ലോ ഇതിൽ വരേണ്ടത്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യക്തികളിലും ഒരു പ്രതീക്ഷയുടെ ഒരു ഉൾക്കാഴ്ച ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തികൾക്കും വേണ്ടത് അവരെ കേൾക്കാൻ, അവരെ ജഡ്ജ്മെന്റ് ഇല്ലാതെ കേൾക്കാൻ ഒരാളുണ്ടാവുക, ഒരു കൂട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ഒപ്പമായിരിക്കുക എന്നുള്ളൊരു കാര്യമാണല്ലോ. ഓരോ വ്യക്തിയെയും ഏറ്റവും സീരിയസ് ആയി കാണാനും അവരെ സീരിയസ് ആയി പരിഗണിക്കാനും ഉള്ള ഒരു കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.